നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളാണോ? മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്ന സമയത്ത് കൂടുതൽ MB ചിലവാകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അതായത് യൂട്യൂബിൽ തന്നെ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ ഇതിനായിട്ട് ഒരു പ്രത്യേക സൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ, അതായത് അത് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്ര MB ആണ് ഇതിന് ചിലവാകുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഇനി അതിൽ കൂട്ടണോ കുറക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു കിടിലൻ അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്തെ മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ സേവിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സേവിംഗ് സംബന്ധമായിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പം പുതുതായിട്ട് വന്നത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ട് ക്വാളിറ്റി ഫോർ എവരി വീഡിയോ എന്ന ഒരു ഓപ്ഷൻ. ഇത് ഓഫിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളൊന്ന് പ്ലേ ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഈ വീഡിയോ പ്ലേ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം ഔട്ടോ എന്ന ഭാഗത്താണ് ഉള്ളതെങ്കിൽ 9.3 MB ആണ് നമുക്ക് ഈ വീഡിയോ പ്ലേ ആകുമ്പോൾ ചിലവാകുക. ഇനി ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന ഭാഗത്താണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 23 MB ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലവാകും. ഇനി ഡാറ്റ സേവർ എന്ന ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3.4 MB ആണ് ചിലവാകുക. ചില വീഡിയോസുകൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ കാണേണ്ടി വരും. ചില വീഡിയോസുകൾ നിങ്ങൾക്കതിലെ ആശയങ്ങൾ മാത്രം മനസ്സിലായാൽ മതി, പക്ഷേ ക്വാളിറ്റി ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഹൈ വേണോ, അല്ലെങ്കിൽ ഡാറ്റ സേവർ വേണോ, അല്ലെങ്കിൽ ഓട്ടോ വേണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ പ്രീവ്യൂ കാണിച്ചു തരും കേട്ടോ. നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്തത് അതിൻ്റെ പ്രീവ്യൂ നിങ്ങൾക്ക് ഓരോന്നിലും ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്രീവ്യൂ നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് ഇത് നോക്കാവുന്നതാണ്. ബെറ്റർ ക്വാളിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയൊന്നും ക്വാളിറ്റി വേണ്ട എങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രീവ്യൂ കണ്ടതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പ്ലേ എന്ന ഭാഗം. ആ പ്ലേ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ വീഡിയോസിലും സെലക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ യൂട്യൂബ് കാണുന്നതിൻ്റെ പേരിൽ MB നിങ്ങൾക്ക് കൂടുതൽ ചിലവാകില്ല. അങ്ങനെ ഒരു പുതിയ ഒരു സെറ്റിങ്സ് ആണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ യൂട്യൂബിലും ഈ ഒരു സെറ്റിങ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ ഓരോ വീഡിയോസും നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ MB നിങ്ങൾക്ക് കൂടുതൽ ചിലവാകുകയില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.